നോക്കൂ, ഇത് അവിടെ മാനദാമ്പ വിവാദം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവാദം, ആ വിവാദത്തിൽ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പോയി, പിന്നീട് രജിസ്ട്രാർ തന്നെ ഹൈക്കോടതിയിൽ നിന്നും ആ ഹർജി പിൻവലിക്കുന്നു. അപ്പോൾ അവിടെ ഹൈക്കോടതിയുടെ ജഡ്ജിമെന്റിൽ വളരെ കൃത്യമായി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അനധികൃതമായി കൂടിയ സിൻഡിക്കേറ്റ് എന്ന് VC അവകാശപ്പെടുന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് രജിസ്ട്രാറെ തിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ആ വിഷയത്തിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ചാൻസലറാണ് അഥവാ ഗവർണറാണ്. ആ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ വൈസ് ചാൻസലർ സമീപിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും 7-ാം തീയതി മുതൽ ഇത്രയും ദിവസമായിട്ടും ഗവർണർ തീരുമാനമെടുക്കാത്തതാണ് ഇത് ഇത്രയും നീട്ടിക്കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ വിഷയം ഇത്രയും നീണ്ടുപോകാൻ കാരണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോ കോംപ്രമൈസ് ചർച്ച നടക്കുന്നു, യോജിപ്പിലേക്ക് എത്തുന്നതൊക്കെ നല്ല കാര്യമാണ്. സർവകലാശാലയെ സംബന്ധിച്ച് സർവകലാശാല പ്രവർത്തനം കൃത്യമായി നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കോംപ്രമൈസിന് അവരെന്ത് കണ്ടീഷൻസ് പരസ്പരം വെച്ചിരിക്കുന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യുമ്പോഴും ഇത്രയും ദിവസം ഈ സമരം നീട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് സർവകലാശാല ടച്ച് തകർക്കുന്ന രീതിയിൽ സമരം നടത്തുന്നു, മറുഭാഗത്ത് രജിസ്ട്രാർ തർക്കം നൽകുന്നു. ഇത് എന്തിനായിരുന്നു ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയത്? പിന്നെ ഇപ്പോ എന്തിന്റെ പേരിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത് എന്നത് ജനങ്ങൾക്ക് അറിയാൻ ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അത് പറയാൻ തന്നെ തയ്യാറാകുകയും വേണം. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്രയും കാലം വിദ്യാർത്ഥികളുടെ ഭാവി പന്താടി ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തുന്നു. അതിനൊക്കെ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ല. ഒപ്പം തന്നെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിൽ ഏറ്റവും പ്രധാനമായത് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ VC സ്വീകരിക്കുന്ന നിലപാടുകൾ അതിനെ പിന്തുണയ്ക്കാവുന്നതാണോ? കാരണം സർവകലാശാലയിൽ ഭരണസമരം ഒഴിവാക്കുക, സർവകലാശാല വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനാണ്, അത് നടപ്പാകാതെയുള്ള അവിടുത്തെ രാഷ്ട്രീയ കളികൾ അവസാനിപ്പിക്കാൻ സർക്കാർ തൽക്കാലത്തേക്കെങ്കിലും മുൻകൈ എടുക്കുമ്പോൾ VC ഇത്തരമൊരു നിലപാടെടുക്കുന്നത് അത് പിന്തുണയ്ക്കാവുന്നതാണോ? ഇവിടെ രജിസ്ട്രാർക്കെതിരായി VC എടുത്തിരിക്കുന്ന നടപടി നോക്കൂ, ഇത് രണ്ടുപേർക്കും തർക്കമില്ലാതെ തീർക്കാവുന്ന വിഷയമായിരുന്നു. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് VC ആണ്. VCക്ക് അതിന് അധികാരമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. എന്നാൽ കോടതിയിൽ ചെന്നപ്പോൾ കോടതി വാക്കാൽ പറഞ്ഞത്, ഇത്തരത്തിൽ അസന്നിഗ്ധമായ ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ അടിയന്തരമായ ഘട്ടങ്ങളിൽ വൈസ് ചാൻസലർക്ക് 1013 യൂണിവേഴ്സിറ്റി ക്ലോസിലെ 1013 ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യാവുന്നതാണ് എന്ന് വാക്കാൽ നിരീക്ഷിക്കുകയുണ്ടായി. പക്ഷെ അത് പെർമനന്റായി നിലനിൽക്കുന്നതല്ല. എപ്പോഴാണോ സിൻഡിക്കേറ്റ് ചേരുന്നത് അവിടെ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. കാരണം സിൻഡിക്കേറ്റിന് ഈ VCക്ക് തീരുമാനമെടുത്താലും അത് റിവോക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയിരിക്കെ എല്ലാ 2 മാസം കൂടുമ്പോഴും ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതുണ്ട് എന്നിരിക്കെ വൈസ് ചാൻസലർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കോടതി വാക്കാൽ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രാർ മാറി നിൽക്കുകയും തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ വെച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രജിസ്ട്രാർക്ക് മടങ്ങി വരികയും ചെയ്യാമായിരുന്നു. ഇത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ തൽക്കാലം രജിസ്ട്രാർ മാറിയതിനു ശേഷം സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെടുകയും സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ അവിടെ വെച്ച് ഇത് പിൻവലിക്കുകയും ചെയ്യാമായിരുന്നു. എന്നിരിക്കെ ഇത് അനാവശ്യമായി 2 കൂട്ടരുടെയും പിടിവാശിയുടെ ഭാഗമായിട്ടാണ് ഇത് നീണ്ടുപോയത് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് അദ്ദേഹം പറഞ്ഞതുപോലെ അനാവശ്യമായ ഈഗോയുടെ പേരിലാണ് ഇത്രയും കാലം കേരള യൂണിവേഴ്സിറ്റിയിൽ ഭരണസ്തംഭനമുണ്ടായതും പ്രതിഷേധമുണ്ടായതും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പോലും ഒപ്പിട്ട് സമയത്ത് ലഭിക്കാത്ത ഒരവസ്ഥയുണ്ടായിരിക്കുന്നതും ഇത്രയും നാളുണ്ടായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു സമവായത്തിലേക്ക് വന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷയായിരിക്കാം. പക്ഷേ അതിലും ഇപ്പോൾ VC എടുക്കുന്ന നിലപാട് എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ചയുണ്ടാവേണ്ടതാണ്. എന്തായാലും ഒരു സമവായ നീക്കത്തിന് സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരം തന്നെയാണ്. വിവരങ്ങളാണ് സേഫ് സൈൻ ലാബ്ദീൻ നൽകിയത്.